Hi students, let us see how we can draw a pie chart and a histogram using R programming language. അപ്പോൾ നമ്മൾ ബാർ ഡയഗ്രാം, സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ്ഡിവൈഡഡ് ബാർ ഡയഗ്രാം, ഇത് മൂന്നും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു പൈ ഡയഗ്രാം അല്ലെ പൈ ചാർട്ടും ഹിസ്റ്റോഗ്രാമും ആണ്. ഓക്കെ, പൈ ചാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 2-dimensional ഡയഗ്രാം ആണ്. അത് സിമ്പിൾ കാറ്റഗോറിക്കൽ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ഒരു സിമ്പിൾ കാറ്റഗോറിക്കൽ ഡേറ്റ എടുക്കുകയാണ്. രണ്ട് ഡേറ്റ വാല്യൂസ് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡേറ്റ വാല്യൂസ്. അത് ഓരോന്നും ഓരോരോ ടാക്സിന്റെ എമൗണ്ട് ആണ്. ഓക്കെ, പല പല ടാക്സ്, ഒന്ന് എക്സൈസ്, അടുത്തത് കസ്റ്റംസ്, അടുത്തത് കോർപ്പറേഷൻ ടാക്സ്, അടുത്തത് ഇൻകം ടാക്സ്, പിന്നെ അതർ. ഇത്രയും ടൈപ്സ് ഓഫ് ടാക്സസിന്റെ എമൗണ്ട് ആണ്. ഈ ഡേറ്റയാണ് നമുക്ക് ഒരു പൈ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യണേ. ഇപ്പൊ ഓൾറെഡി നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം വരച്ച സമയത്ത് ഒരു മെട്രിക്സ് പോലെ, അതായത് ഒരു സിംഗിൾ റോ ഉള്ള മൾട്ടിപ്പിൾ കോളംസ് ഉള്ള ഡേറ്റയെ മെട്രിക്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് ബാർ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചായിരുന്നു. അതേ ഡേറ്റയെ നമുക്ക് സി ഫംഗ്ഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തും ഈ സെയിം ബാർ ഡയഗ്രവും ഈ പൈ ഡയഗ്രവും ഒക്കെ വരയ്ക്കാം. ഓക്കെ, ഡേറ്റ ഇൻപുട്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെട്രിക്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ബാർ ഡയഗ്രത്തിൽ ചെയ്ത പോലെ ഡേറ്റ എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ സി ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡേറ്റ എൻ്റർ ചെയ്തിട്ട് കോളം നെയിംസ് അസൈൻ ചെയ്യാം. പക്ഷെ കോളം നെയിംസ് എന്നല്ല, വെറും നെയിംസ് എന്ന് പറഞ്ഞ ഡേറ്റ വാല്യൂസിന് നമുക്ക് അസൈൻ ചെയ്യാം. അപ്പോഴും നമുക്ക് ഇതേപോലെ ഒരു ഡേറ്റ സെറ്റ് കിട്ടും. അതായത് സോഴ്സസ് ടാക്സ് റവന്യൂ ഒന്നും കിട്ടത്തില്ല. എക്സൈസ് അതിന്റെ താഴെ ഒരു നമ്പർ, കസ്റ്റംസ് അതിന്റെ താഴെ ഒരു നമ്പർ, അങ്ങനെ കിട്ടും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു ഡേറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. പൈ ഡോട്ട് ടാക്സ് എന്നാണ് നമ്മൾ ആ ഡേറ്റ സെറ്റിന് കൊടുത്തേക്കുന്ന പേര്. അതിനകത്തോട്ട് നമ്മൾ ആ നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തു. നമ്മളിവിടെ സി ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഓരോ നമ്പറിനും ഓരോ പേര് കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നെയിംസ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനാണ്. നെയിംസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുക. അതിനകത്ത് ഏതിലാണ് നെയിംസ് ഇടേണ്ടത്, അപ്പൊ ആ ഡേറ്റ സെറ്റിന്റെ പേര് കൊടുക്കുക. എന്നിട്ട് ഏതൊക്കെയാണ് നെയിംസ് എന്ന് കൊടുക്കുക. അതായത് ആദ്യത്തെ ഈ ഇതേ ഓർഡറിൽ കൊടുക്കണം. എക്സൈസ്, കസ്റ്റംസ്, കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ്, എക്സെട്ര. അപ്പൊ നമ്മൾ ഈ രണ്ട് ലൈൻ ഒന്ന് കോപ്പി ചെയ്തുകൊണ്ട് പോയിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്താണ് നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് നോക്കാം. നമ്മൾ ഒരു ഡേറ്റ സെറ്റ്, ഇവിടെ അല്ല, മുകളിലാണ്, ഡേറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്തു പൈ ഡോട്ട് ടാക്സ്. അതിന് കോളംസിനെല്ലാം നെയിംസും സെറ്റ് ചെയ്തു. എന്താണ് നമ്മൾ ചെയ്തതെന്ന് കാണണമെങ്കിൽ പൈ ഡോട്ട് ടാക്സ് എന്ന ഡേറ്റ സെറ്റിന്റെ നെയിം അടിച്ച് എൻ്റർ ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്താന്ന് മനസ്സിലാവും. താഴോട്ട് നോക്കൂ, കൺസോളിലോട്ട്. ആ ഓരോ ഡേറ്റയ്ക്കും ഡേറ്റ വാല്യൂസിന് നമ്മളൊരു പേര് കൊടുത്തു. ഇത് നമുക്ക് മെട്രിക്സ് ഫംഗ്ഷൻ കോളം നെയിംസ് ഉപയോഗിച്ച് വേണേലും കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മളുടെ ചാർട്ടില് അതത് സെക്ഷനിൽ ആ പേര് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഡേറ്റ കൊടുക്കുമ്പോൾ ആ ഡേറ്റ റോ ആയിട്ടാണ് കൊടുക്കേണ്ടത്. കോളംസിന്റെ നെയിം കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടുന്നത് പൈ ഡയഗ്രാം ആണ്. പൈ ഡയഗ്രത്തിന്റെ ഫോമാറ്റും അത് തന്നെ, അതായത് പൈ ഡയഗ്രത്തിന്റെ ഫംഗ്ഷൻ പൈ എന്നാണ്. അതിനകത്തുള്ള കണ്ടന്റ് നമ്മുടെ പ്ലോട്ട് ഫംഗ്ഷൻ പോലെ തന്നെ പൈ എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഡേറ്റ സെറ്റിനാണ് ആ ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മെയിൻ ഈക്വൽ ടു വെച്ചിട്ട് ആ ഗ്രാഫിന്റെ പേരെഴുതി. കളേഴ്സ്, ഓരോ സെക്ഷനും ഓരോ കളർ. പൈ ഡയഗ്രാം സബ് ഡിവൈഡഡ് പൈ ഡയഗ്രാം ആണ് കേട്ടോ ഇവിടെ വരാൻ പോകുന്നത്. ഒരു സർക്കിളിനെ ഈ ടാക്സിന്റെ പല പല നമ്പേഴ്സിന്റെ പ്രപ്പോർഷണൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇതുവരേക്കും കളേഴ്സിന് നമ്പേഴ്സ് ഇട്ടാണല്ലോ കൊടുത്തത്. കളർ 1 to 6 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 2 3 4 5 ഡിവിഷൻസ് ആണുള്ളത്. അപ്പൊ കളർ ഈക്വൽ ടു 1:5 എന്ന് കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ കളറിനെ കൃത്യമായിട്ട് പേര് വെച്ച് കൊടുക്കാം. ആറിൽ അവൈലബിൾ ആയിട്ടുള്ള കളറിന്റെ പേരുകൾ നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ അങ്ങനെ പേര് വെച്ച് കൊടുത്താലും നമുക്ക് കളർ ഷെയ്ഡഡ് ആയിട്ട് അല്ലെ കളേർഡ് ആയിട്ടുള്ള ഒരു പൈ ഡയഗ്രാം കിട്ടും. അപ്പൊ നമുക്ക് ഈ പൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതേപടി എടുത്ത് കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്ത് ലെറ്റ് us see how it works. അതിൻ്റെ അടിയിൽ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്തു. ഇനി അതിനെ റൺ ചെയ്യാണ്. അപ്പൊ നോക്കൂ, നമ്മളുടെ ടാക്സ് റവന്യൂവിനകത്ത് ആ കളേഴ്സ് ഇട്ട് നമ്മൾ കൊടുത്തിരുന്ന കോളം നെയിംസ് വെച്ച് അത് കറക്റ്റ് ആയിട്ട് ഒരു പൈ ഡയഗ്രാം വന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ഓരോരോ കളർ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റ്, ഗ്രേ എന്നൊക്കെ പറഞ്ഞ് വന്നേ. അതിനു പകരം നമ്മൾ ആ എന്താ പറയാ, നേരത്തെ ചെയ്ത പോലെ നമുക്ക് കളർ ഈക്വൽ ടു 1-5 എന്ന് കൊടുത്താൽ എന്ത് വരും നോക്കാം.
കളർ ഈക്വൽ ടു 1 ഹൈഫൻ അല്ല കോളൻ 5 എന്ന് വെച്ചാൽ 1 മുതൽ 5 വരെയുള്ള കളേഴ്സ് യൂസ് ചെയ്യണം. എന്നിട്ട് അതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കൂ. കണ്ടോ, വേറെ കളേഴ്സിൽ കിട്ടി. അപ്പൊ നമുക്ക് മറ്റേതുപോലെ പേര് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ 1 മുതൽ 5 വരെയുള്ള എല്ലാ കളേഴ്സും യൂസ് ചെയ്യാൻ പറഞ്ഞാൽ അത് ആ ഓർഡറിൽ വരയ്ക്കും. അപ്പൊ പൈ ഡയഗ്രം വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ പൈ എന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പൈ ഡയഗ്രം വരയ്ക്കുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാമിന്റെ എന്താ പ്രോഗ്രാം കോഡ്സ്. ഓക്കെ, ആ ഡേറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, കോളം നെയിംസ് കൊടുക്കുന്നു, എന്നിട്ട് പൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മളുടെ പൈ ഡയഗ്രം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ്. ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ സത്യത്തിൽ ഭയങ്കര എളുപ്പമാണ്. പൊതുവെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ നമ്മൾ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സ്, നമ്മളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന കുറെ ഒബ്സർവേഷൻസിനെ, അതിനെയാണ് നമ്മൾ റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്പെസിഫൈ ചെയ്തിട്ട് ആ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന കുറെ നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ N01 ഫോളോ ചെയ്യുന്ന കുറച്ച് ഡേറ്റ വാല്യൂസിനെ നമുക്ക് റാൻഡം നമ്പേഴ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ജനറേറ്റ് ചെയ്ത നമ്പേഴ്സിന്റെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. ഹിസ്റ്റോഗ്രാം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ഹിസ്റ്റോഗ്രാം ഒരു ഫ്രീക്വൻസി ഡയഗ്രമാണ്. ഫ്രീക്വൻസി ഡേറ്റ, അതായത് ക്ലാസും ഫ്രീക്വൻസിയും കൂടെ തരുമ്പോൾ അതുപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 2 ഡയമെൻഷണൽ ഡയഗ്രമാണ് ഹിസ്റ്റോഗ്രാം. അപ്പൊ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഹിസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അപ്പൊ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാൻ പോകുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് അതിന്റെ കുറച്ച് ഡേറ്റ വാല്യൂസ് ജനറേറ്റ് ചെയ്ത ശേഷം ജനറേറ്റ് ചെയ്ത ഡേറ്റ വാല്യൂസ് ഉപയോഗിച്ച് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിരിക്കും. അപ്പൊ നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ജനറേറ്റ് 100 റാൻഡം നമ്പേഴ്സ് ഫ്രം എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് N01 നിന്നും 100 റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാം. ക്രിയേറ്റ് 2 histograms for 2 different set of random numbers generated by the same command. Do you get the same histogram? ഇപ്പൊ ചോദിച്ചേക്കുന്നത് ആദ്യം 100 നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്ത് കാണിക്കുക, എന്നിട്ട് രണ്ട് സെറ്റ് ഓഫ് ആ സെയിം പ്രോഗ്രാം കോഡ്സ് 2 പ്രാവശ്യം പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ആ 2 സെറ്റ് ഡേറ്റ കിട്ടുമല്ലോ. അപ്പം ആ ഡേറ്റയുടെ രണ്ടിന്റെയും ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. അത് ഒരേപോലെ വരുമോ എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ ആ കമാൻഡ് കൊടുക്കുമ്പോഴും റാൻഡം ആയിട്ട് ജനറേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഒരു സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സ് മറ്റൊരു സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സിന്റെ എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചാൽ അതിനകത്ത് ചെറിയ വ്യത്യാസം ഉറപ്പായിട്ട് വരും. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് 100 റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. റാൻഡം നമ്പേഴ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ N mu സിഗ്മയിൽ നിന്നും റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ rnorm എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. rnorm. അതിന് 3 ആർഗ്യുമെന്റ്സ് ഉണ്ട്. ആദ്യത്തേത് നമ്പർ ഓഫ് നമ്പേഴ്സ് നീഡഡ്. നമുക്കിവിടെ 100 റാൻഡം നമ്പേഴ്സ് ആണ് വേണ്ടത്. അതുകൊണ്ട് ആദ്യത്തെ പിന്നെ എന്താ പറയാ, അതിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് 100 ആണ്. പിന്നെ മ്യൂയുടെ വാല്യൂ ആണ്. നമുക്കിവിടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് മ്യൂ 0യും സിഗ്മ 1ഉം ആണ്. ശരിക്കും rnorm എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് സ്മോൾ n, മ്യൂ, സിഗ്മയാണ്. ഹിസ്റ്റോഗ്രാം വരയ്ക്കാനുള്ള ഫംഗ്ഷൻ ഹിസ്റ്റ് ഫംഗ്ഷൻ ആണ്. ഈ ഹിസ്റ്റ് ഫംഗ്ഷന് നമ്മുടെ പ്ലോട്ട് ഫംഗ്ഷൻ പോലെ ആദ്യത്തെ ആർഗ്യുമെന്റ് ഡേറ്റ സെറ്റ് ആയിരിക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മെയിൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. പക്ഷെ ഹിസ്റ്റ് ഫംഗ്ഷൻ അതിന്റെ സ്വന്തമായിട്ട് അതിന് പിന്നെന്താ പറയാ, ഒരു ടൈറ്റിലും എക്സ് ആക്സിസ് വൈ ആക്സിസ് ലേബൽസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഇവിടെ എടുത്ത് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മുടെ റാൻഡം നമ്പർ സ്റ്റോർ ചെയ്തിട്ട് ഹിസ്റ്റ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ അതിനെ വരയ്ക്കുവാണ്. നമുക്ക് അതൊന്ന് കോപ്പി ചെയ്ത് ആർ കൺസോളിൽ പേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ഈ എക്സിനെ റൺ ചെയ്യാം. എക്സിനെ റൺ ചെയ്യുമ്പം എക്സ് ക്രിയേറ്റ് ആവും. എന്താണ് എക്സിനകത്തെ വാല്യൂസ് എന്ന് കാണണമെങ്കിൽ എക്സ് എന്നൊന്ന് അടിച്ച് അതിനെ ഒന്നുകൂടെ റൺ ചെയ്താൽ ഇതാ കണ്ടോ, താഴോട്ട് നോക്കൂ കൺസോളിലേക്ക്, നമുക്ക് 100 റാൻഡം നമ്പേഴ്സ് ക്രിയേറ്റ് ആയി. ഏതിൽ നിന്നാണ്? N01 നിന്ന്. ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയാലും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയാലും അതിന്റെ വേരിയബിൾസിന്റെ റേഞ്ച്
-ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ റാൻഡം നമ്പേഴ്സിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും ഒക്കെ കാണും. ഓക്കെ, ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് റാൻഡം നമ്പേഴ്സ് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പോവാണ്. കണ്ടോ, നമുക്ക് നമ്മുടെ ഹിസ്റ്റോഗ്രാം, ഹിസ്റ്റ് ഓഫ് എക്സ് എന്ന ലൈൻ റൺ ചെയ്തപ്പോൾ നമുക്ക് ഹിസ്റ്റോഗ്രാം കിട്ടി. ഈ ഹിസ്റ്റോഗ്രാമിന് ഒരു കളറും ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ COL = 5 എന്ന് കൊടുത്ത് അതിനകത്ത് ഒന്നുകൂടെ കൊടുത്തിട്ട് റൺ ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ച് കളറൊക്കെ ഉള്ളൊരു ഹിസ്റ്റോഗ്രാം കിട്ടും. കണ്ടില്ലേ, ഹിസ്റ്റോഗ്രാമിന് പ്രത്യേകിച്ച് അതിന് സ്വന്തമായിട്ടൊരു പേരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് പേര് കൊടുക്കാഞ്ഞത്. നമുക്ക് ആ പേരോടൊന്ന് കൊടുത്തു നോക്കാം. മെയിൻ is equal to കോഡ്സിൽ മൈ ഹിസ്റ്റോഗ്രാം എന്ന് വെറുതെ കൊടുത്തു നോക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് വരും എന്ന് നോക്കാം. മെയിൻ is equal to മൈ ഹിസ്റ്റോഗ്രാം എന്നും കൂടെ എഴുതിയിട്ട് ഞാൻ റൺ ചെയ്യാണ്. അപ്പൊ അതിന്റെ പേര് മാറുമോ നോക്കാം. കണ്ടോ, പേര് ഞാൻ കൊടുത്ത പേരായിട്ട് മാറി. ഇവിടെ ഒബ്സർവേഷൻ എക്സ് ലേബിൾ വൈ ലേബിൾ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. സോ ദിസ് ഇസ് ദ ഹിസ്റ്റോഗ്രാം ഫോർ ദ റാൻഡം നമ്പേഴ്സ് വി ജനറേറ്റഡ് നൗ. ഇനി നമുക്ക് ആ റാൻഡം നമ്പറിനെ ഒന്നും കൂടി ജനറേറ്റ് ചെയ്യാം. എക്സിനെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ റൺ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് വേറൊരു സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സ് ആണ്. ഇതേ കണ്ടോ, നമുക്ക് ഒറ്റ നോട്ടത്തില് സിമിലർ ആണോ എന്ന് സംശയം വരും. പക്ഷെ നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത രണ്ട് ഡിഫറെന്റ് റാൻഡം നമ്പർ ആണ്. അപ്പൊ ഇപ്പം എക്സ് എന്ന് പറയുന്ന ഡേറ്റ സെറ്റിൽ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്റെ പുതിയ സെറ്റ് ഓഫ് റാൻഡം നമ്പർ ആണ്. അത് വെച്ചിട്ട് ഞാൻ വീണ്ടും ഒരു ഹിസ്റ്റോഗ്രാം വരച്ചു. നോക്കൂ ഇങ്ങോട്ട്, ഹിസ്റ്റോഗ്രാമിന്റെ ഷേപ്പ് മാറിയത് കണ്ടോ. ഇതാണ് ക്വസ്റ്റിൽ ചോദിച്ചത്. 2 പ്രാവശ്യം ഡേറ്റ സെറ്റ് എടുത്ത് ആ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ഒരേപോലെ കിട്ടുമോ? നമ്മുടെ 2 ഹിസ്റ്റോഗ്രാംസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. നോക്കൂ, രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ്. കാരണം 2 സെറ്റ് ഓഫ് ഡേറ്റ സെറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഇതേപോലെ നിങ്ങളോട് ചോദിക്കുകയാണ്, ജനറേറ്റ് 100 എന്ന് വേണമെന്നില്ല കേട്ടോ, 50 റാൻഡം നമ്പേഴ്സ് ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 20 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആൻഡ് ഡ്രോ എ ഹിസ്റ്റോഗ്രാം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ കോഡിനകത്ത് 50 എന്നിന്റെ വാല്യൂ 50 ആക്കണം. നമ്മുടെ മീൻ എത്രയായിരുന്നു? 20 അല്ലേ? മീൻ എന്ന് പറയുന്നത് 20, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1.5. നമുക്ക് ചുമ്മാ വേറൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ ഇവിടെ അതിനെ റൺ ചെയ്താൽ എന്റെ എക്സ് എല്ലാം റീറൈറ്റ് ചെയ്യപ്പെടും. ഇപ്പൊ എക്സിനകത്തുള്ളത് ഈ ഡിസ്ട്രിബ്യൂഷന്റെ റാൻഡം നമ്പേഴ്സ് ആണ്. അങ്ങനെ റീറൈറ്റ് ചെയ്യപ്പെടണമെങ്കിൽ x1, x2, x3 എന്ന് പറഞ്ഞ വേരിയബിൾസിനെ വേറെ വേറെ പേര് കൊടുത്തിട്ട് താഴോട്ട് കോഡ് കൊടുക്കണം. അങ്ങനെ ആവുമ്പോൾ റീറൈറ്റ് ചെയ്യില്ല. ഇനി ഞാൻ ആ പുതിയ ഡേറ്റ വെച്ചിട്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കുകയാണ്. ഉണ്ടോ, വേറൊരു ഹിസ്റ്റോഗ്രാം കിട്ടി. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഹിസ്റ്റോഗ്രാം ആണ്. ഓക്കെ, n mu സിഗ്മയുടെ. ആദ്യം നമ്മൾ വരച്ചത് രണ്ടും n01ന്റെ ഹിസ്റ്റോഗ്രാം ആണ്. ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ കണ്ടിന്യൂസ് ഡേറ്റ ആയിരിക്കും അവർ തരിക. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനായിരിക്കും പറയാം. ഇനിയും നമുക്ക് സപ്പോസ് നിങ്ങളോട് പറയാണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ random numbers, ഒരു 60 random numbers from a binomial distribution with n is equal to 10 and p equal to 0.5. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ റാൻഡം നമ്പേഴ്സ് അത് നമുക്ക് x1 എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് കൊടുക്കാം. x1 n ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആർ ബൈനോം ആണ്. ആർ ബൈനോം അത് അടിച്ചു വരുമ്പോൾ തന്നെ ഇത് വരും, ആർ ബൈനോം. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് നമ്മൾ നോക്കൂ, ബ്രാക്കറ്റ് ഇടുമ്പോൾ തന്നെ അതിനകത്ത് കൊടുക്കേണ്ട സാധനം അവിടെ കുഞ്ഞായിട്ട് വരുന്നുണ്ട്. ആദ്യം എത്ര റാൻഡം നമ്പേഴ്സ് വേണം? നമുക്ക് 50 എണ്ണം വേണം. നമ്മളുടെ n എന്തായിരുന്നു? 25. p എന്ന് പറയുന്നത് 0.25. ഇതിന്റെ 50 റാൻഡം നമ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് x1 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അത് റൺ ചെയ്തു. താഴെ റൺ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ മനസ്സിലാവും റൺ ആയോന്ന്? കൺസോളിൽ അത് വരും. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കൺസോളിൽ റെഡ് ആയിട്ട് വരും. അങ്ങനെ റെഡ് ആയിട്ട് വന്നില്ലെങ്കിൽ എറർ ഇല്ല എന്നർത്ഥം. ഇനി നമ്മൾ x1നെ ഒന്ന് പ്രിന്റ് ചെയ്യാൻ പോവാണ്. x1നകത്തുള്ള കാര്യങ്ങൾ എഴുതിക്കാൻ പോവാണ്. അപ്പൊ കണ്ടോ, ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആണ്. ബൈനോമിയൽ റാൻഡം വേരിയബിൾസിന്റെ വാല്യൂ എങ്ങനെയാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ റേഞ്ച് എന്താ? 0 മുതൽ n വരെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഹോൾ നമ്പേഴ്സ്, നമ്മുടെ n 25 ആയതുകൊണ്ട് 25നെക്കാട്ടി വാല്യൂ കുറഞ്ഞ കുറച്ച് ഹോൾ നമ്പേഴ്സ് കിട്ടിയത്. ഇനി ഇതിനു പകരം എനിക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ റാൻഡം വേരിയബിൾ ആണ് വേണ്ടതെങ്കിൽ x2 എന്ന് പറഞ്ഞ പുതിയ വേരിയബിളില് ആർ
പോയിസ് ആണ്. ആർ പോയിസ് നമ്മൾ പതിയെ അടിച്ച് പോസോൺ എന്ന് വരുമ്പോൾ POISS അല്ലേ, അങ്ങനെ അടിച്ചു വരുമ്പോൾ തന്നെ വരും ആർ പോയിസ്. ബ്രാക്കറ്റിനകത്ത് എത്ര എണ്ണം വേണം? നമുക്കൊരു 75 എണ്ണം വേണം. പിന്നെ ചോദിച്ചേക്കുന്നത് ലാംഡയുടെ വാല്യൂ എന്താണ്? പോസോണിന്റെ പാരാമീറ്റർ വാല്യൂ നമുക്കത് 5.6 എന്ന് കൊടുക്കാം. സോ 0.6 പകരം 5.6. എന്നിട്ട് അതിനെ റൺ ചെയ്യൂ. നമുക്ക് പുതിയ റാൻഡം വേരിയബിൾ x2 ക്രിയേറ്റ് ആവും. x2നെ പ്രിന്റ് ചെയ്യാൻ, x2ന്റെ കണ്ടന്റ്സ് കാണാനായിട്ടുള്ള x2 എന്ന് അടിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പം ദേ താഴെ പോസോൺ റാൻഡം വേരിയബിൾസ് വന്നു. അതാണ് x2, 75 പോസോൺ റാൻഡം വേരിയബിൾസ്. അപ്പൊ ഇതാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനുള്ള മെത്തേഡും നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്ന് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡും. ആർ നോം ബ്രാക്കറ്റിനകത്ത് n, mu, സിഗ്മ, അതാണ് അതിന്റെ ഫംഗ്ഷൻ. n എന്ന് പറയുന്നത് എത്ര റാൻഡം വേരിയബിൾസ് വേണം. ആർ ബൈനോം n, നമ്പർ ഓഫ് റാൻഡം നമ്പേഴ്സ്, പിന്നുള്ളത് പാരാമീറ്റർ NP ആണ്, സ്മോൾ n, സ്മോൾ p, അതാണ് അവിടെ. പോസോണിന്റെ കേസിൽ എത്ര റാൻഡം നമ്പേഴ്സ് വേണം, ആർ പോയിസ് ഇട്ടിട്ട് ബ്രാക്കറ്റിനകത്ത് എത്ര റാൻഡം നമ്പേഴ്സ് വേണം, ലാംഡയുടെ വാല്യൂ, എന്നിട്ട് എൻ്റർ അടിച്ചാൽ നമുക്കത് കിട്ടും. അപ്പൊ നമ്മളിവിടെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. നമുക്ക് അങ്ങനെ വേരിയബിൾ ഒന്നും സ്റ്റോർ ചെയ്യണ്ട, വെറുതെ ആ റാൻഡം നമ്പേഴ്സിനെ കണ്ടാൽ മാത്രം മതി എന്നാണെങ്കിൽ അങ്ങനെ x2 x1 ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്യണം, ജസ്റ്റ് അതങ്ങ് റൺ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് റാൻഡം വേരിയബിൾസ് അത് താഴെ നമ്മുടെ കൺസോളിനകത്ത് വെറുതെ എഴുതി തരും. ഓക്കെ, അപ്പൊ ഇതാണ് പൈ ഡയഗ്രവും പിന്നെ റാൻഡം നമ്പർ ജനറേഷനും ഹിസ്റ്റോഗ്രാം. ഓക്കെ, that's all enough for this video.